Money Box. Be financially disciplined. ഹലോ എവരിവൺ, ഇതുവരെയുള്ള എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കി ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ്സ്. എന്നാൽ സേവ് ചെയ്താൽ മാത്രം പോരാ, അത് ഏതെങ്കിലും നല്ല അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെയൊക്കെ സേവിങ്സ് ഗ്രോ ചെയ്യുകയുള്ളൂ. അതിലൂടെ മാത്രമേ ഉള്ളൂ വെൽത്ത് ക്രിയേഷൻ നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുകയുമുള്ളൂ. നമ്മൾ കണ്ടു മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസസ്, അതിൽ ഇക്വിറ്റീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ് എന്ന് പറയുന്നത് ഒരു വെൽത്ത് ക്രിയേറ്റർ തന്നെയാണ്. എന്നാൽ ഡയറക്റ്റ് ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഷെയർസ് പർച്ചേസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊരു വലിയൊരു ഓഷ്യനാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് സ്റ്റഡിയൊക്കെ നടത്തുക എന്ന് പറയുന്ന ഒരു കോമൺ മാനിനെ സംബന്ധിച്ചോളം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ത്രൂ നമുക്ക് ഇക്വിറ്റി എക്സ്പോഷർ എടുക്കാം. അത് ആണ് വളരെ സേഫും വളരെ എളുപ്പവുമായിട്ടുള്ള മാർഗം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ്. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ: വാട്ട് ആർ മ്യൂച്വൽ ഫണ്ട്സ്, ഇറ്റ്സ് ലീഗൽ ഫോം ആൻഡ് സ്ട്രക്ചർ, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ്, ആരാണ് ഈ ഫണ്ട് മാനേജർ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണോ അല്ലെങ്കിൽ ഈസ് ദർ എനി റിസ്ക്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഇറ്റ് കളക്ട്സ് മണി ഫ്രം എ ലാർജ് പൂൾ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ് ആൻഡ് മാനേജ് മണി ഓൺ ദർ ബിഹാഫ് പ്രൊഫഷണലി. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടേം ആണ്. മ്യൂച്വൽ മീൻസ് എന്താണ്? പരസ്പരമുള്ളത് അല്ലെ. ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പൂൾ ഓഫ് മണി അല്ലെങ്കിൽ കളക്ഷൻ. സോ ഒന്നിലധികം ആൾക്കാരുടെ പണം പൂള് ചെയ്ത് ഒരു കോമൺ ഒബ്ജക്റ്റീവോട് കൂടി വളരെ ലോ എക്സ്പെൻസിൽ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്നു. അതാണ് മ്യൂച്വൽ ഫണ്ട്. ഇനി മ്യൂച്വൽ ഫണ്ടിന്റെ ലീഗൽ ഫോം എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട് എന്നാൽ CIS അഥവാ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്നാണ് ടെക്നിക്കലി പറയുന്നത്. ഇതൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നത്. ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു അപ്പെക്സ് അതോറിറ്റി ഉണ്ട്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും SEBI അഥവാ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ലീഗൽ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടീസ് ആണ് ഈ ഒരു സ്ട്രക്ചറിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് 5 പാർട്ടീസ് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്പോൺസർ. ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ ഫണ്ട്സ് ഒക്കെ കൊണ്ടുവരുന്നതും അത് സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരം കൊണ്ടുവരുന്നതും സ്പോൺസർ ആണ്. സെക്കൻഡ് ഈസ് ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റി. ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ട്രസ്റ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഒക്കെ സ്പോൺസർ ആണ്. ഒരു ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ട്രസ്റ്റിയുടെ ഒക്കെ റോൾ എന്താണ്? ഒരു ട്രസ്റ്റ് എന്നാൽ നമ്മളൊക്കെ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആണ് അല്ലെ. ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പണം അല്ലെങ്കിൽ അസറ്റ്സ് എങ്ങനെ വളരെ എഫിഷ്യന്റ് ആയി മാനേജ് ചെയ്യപ്പെടണം, അതുപോലെ ആ ട്രസ്റ്റിലുള്ള സ്വത്തുക്കൾ അതിന്റെ ബെനിഫിഷ്യറീസിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മരണത്തിന് ശേഷമോ, ഇതൊക്കെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു ലീഗൽ സ്ട്രക്ചറാണ് ട്രസ്റ്റ് എന്നാൽ. ട്രസ്റ്റി എന്നാൽ ആ ട്രസ്റ്റ് അധികാരപ്പെടുത്തിയ അതിന്റെ അഡ്മിനിസ്ട്രേഷനും ഫുൾ ഓപ്പറേഷൻസും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ അധികാരമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആണ്. ഇനി മ്യൂച്വൽ ഫണ്ട്സിലെ ട്രസ്റ്റീസിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, മ്യൂച്വൽ ഫണ്ട്സിന്റെ സ്കീംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫണ്ട്സ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരമാണോ? അതുപോലെ ഓരോ സ്കീമിനും അല്ലെങ്കിൽ ഓരോ ഫണ്ടിനും വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ? അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് അഥവാ നിക്ഷേപകരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇനി അങ്ങനെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും ഒക്കെ ഈ ട്രസ്റ്റിന് അധികാരമുണ്ട്. ഇനി 3, അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ട്രസ്റ്റീസ് ആണ് AMCA അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി അപ്പോയിന്റ് ചെയ്യുന്നത്. പേര് പോലെ തന്നെ ഫണ്ടിന്റെയൊക്കെ അസറ്റ് മാനേജ് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. അതിന് AMCക്ക് ഒരു ഫീസ് ചാർജ് ചെയ്യാവുന്നതാണ്, ഫണ്ട് മാനേജ്മെന്റ് ഫീ. ഈ AMC ആണ് ഫണ്ട് മാനേജറിനെ ഓരോ സ്കീമും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് ഫണ്ട് മാനേജേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഇൻവെസ്റ്റേഴ്സിന് വേണ്ട റിട്ടേൺസ് ഒക്കെ ഡെലിവർ ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരും.
ഇനി ഫോർത്ത് പാർട്ടിയാണ് കസ്റ്റോഡിയൻ. പേര് പോലെ തന്നെ എല്ലാം സേഫായിട്ട് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെക്കുന്ന എൻറ്റിറ്റിയാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിന് ധാരാളം സ്കീംസ് ഉണ്ടാവും. അതിലൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ അസറ്റ്സ് അഥവാ ഫണ്ട് ക്യാഷ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ ഹോൾഡിംഗ്സ് ഉണ്ടാവും, ഷെയർസ് ഉണ്ടാവും, ഡെറ്റ് ഉണ്ടാവും. ഇതെല്ലാം വളരെ സേഫ് കീപ്പ് ചെയ്യുന്ന എൻറ്റിറ്റിയാണ് കസ്റ്റോഡിയൻ. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് R&D ഏജൻസ് അഥവാ രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻസ്. ഒരു AMCയുടെ എല്ലാ ബാക്ക് എൻഡ് ജോബും ചെയ്യുന്നതാണ് R&D ഏജൻസ്. ഇൻവെസ്റ്റേഴ്സിന്റെ ഈ സ്കീമിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ പ്രോസസ് ചെയ്യുക, റിഡംഷൻ പ്രോസസ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് എല്ലാം കീപ്പ് ചെയ്യുക, ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുക. ഇതൊക്കെയാണ് ടിപ്പിക്കലി R&D ഏജൻസിന്റെ റോൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജോബ് എന്ന് പറഞ്ഞാൽ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം അഥവാ മ്യൂച്വൽ ഫണ്ട്സ്. ഒന്ന്, എക്കോണമീസ് ഓഫ് സ്കെയിൽ. രണ്ടെന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ. മൂന്ന് എന്ന് പറയുന്നത് പ്രൊഫഷണൽ മാനേജ്മെന്റ്. നാല് എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി ഓവർസൈറ്റ് ഉണ്ട്. അഞ്ച് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി. ആറ് എന്ന് പറയുന്നത് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, അതുപോലുള്ള സ്കീംസ് ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് അപ്രോച്ച്. ഇതാണ് മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും ഫോളോ ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഈസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇതെന്ന് പറയുന്നത് ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഒരു ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്രോക്കറേജ് അക്കൗണ്ട് വേണം, ഡിമാറ്റ് അക്കൗണ്ട് വേണം. നമുക്ക് അതിനുള്ള ഇതെന്ന് പറയുന്നത് ഒരു ഓഷ്യൻ ആണ്. ഏതാണ്ട് 2500-3000 ഡിഫറെന്റ് കമ്പനീസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏത് നമ്മൾ ബൈ ചെയ്യണം, അതിനുള്ള ഒരു ഇൻഡെപ്ത് റിസർച്ച് കേപ്പബിലിറ്റി നമുക്കുണ്ടോ, ഇതുപോലുള്ള കോസ്റ്റുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാറിക്കിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് ത്രൂ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ. ഒരു ഫണ്ട് മാനേജർ, കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറിന്റെയും ടീമിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈലി അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിനാൻസ് പ്രൊഫഷണൽസ് ആയിരിക്കും, ചാർട്ടേഡ് അക്കൗണ്ടൻസും CFAസും ഒക്കെ ആയിരിക്കും. ഇവരുടെയൊക്കെ എക്സ്പെർട്ടൈസ് ആണ് നമ്മൾ ഒരു ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് നമുക്ക് ലഭ്യമാവുന്നത്. രണ്ട് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നമ്മൾക്കിപ്പോ ഒരു 10 lakhs rupees ഉണ്ട്. നമ്മൾ എത്ര സ്റ്റോക്ക് വാങ്ങിക്കും? 5 സ്റ്റോക്ക് അല്ലെങ്കിൽ 6 ഷെയർ അല്ലെങ്കിൽ 10 കമ്പനികൾ വാങ്ങിക്കും, അല്ലെങ്കിൽ 20 കമ്പനികൾ വാങ്ങിക്കും. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒന്നെന്ന് പറയാൻ നമുക്ക് അതിനുള്ള ഇൻഡെപ്ത് റിസർച്ചോ അതിനുള്ള കേപ്പബിലിറ്റി ഒന്നും പലർക്കും, ഒരു സാധാരണ ഒരു മനുഷ്യന് ഇല്ല. എന്നാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ് പോർട്ട്ഫോളിയോ ആണ്. ഏതാണ്ട് 50, 60, 70, 80 ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്കീം. ഇതിലാണ് നമ്മൾക്ക് എക്സ്പോഷർ കിട്ടുന്നത്. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്. മൂന്ന് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽ മാനേജ്മെന്റ്. നമ്മൾക്കൊരു ചെറിയ ഫീസിൽ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറെയും ടീമിനെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ഓവർസൈറ്റ് ആണ്. എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനെയും ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരാൾ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എല്ലാ AMCയും എന്നൊക്കെ സെബി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇൻവെസ്റ്ററിന്റെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടാക്സ് ബെനിഫിറ്റ് ആണ്. എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കും ഇതുപോലെ തന്നെ ടാക്സ് സേവിംഗ് ആയിട്ടുള്ള ചില സ്കീംസ് ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ 2 സ്കീം എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 80C പ്രകാരം ഏതാണ്ട് എല്ലാ വർഷവും 1.5 ലക്ഷം രൂപയോളം നമുക്ക് ടാക്സ് ഡിഡക്ഷനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലുള്ള സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. അടുത്തതെന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ മറ്റേത് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗോൾഡ്, ഇതിനൊക്കെ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ മ്യൂച്വൽ ഫണ്ട്സിലെന്ന് പറഞ്ഞാൽ അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് സിസ്റ്റം ഉണ്ട്. അതിന് T+5 എന്നാണ് പറയുന്നത്. നമുക്ക് എപ്പം പണം വേണമെങ്കിലും അന്ന് റിഡംഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അന്ന് തൊട്ട് അടുത്ത 5 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെയിൽ പ്രൊസീഡ്സ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതൊരു ഓട്ടോമാറ്റിക് സെറ്റിൽമെന്റ് ആണ്. 5 ദിവസത്തിനുള്ളിൽ എത്തിയിരിക്കും. അത് ഗ്യാരണ്ടീഡ് ആണ്. അടുത്തത് സെൻട്രലൈസ്ഡ് അപ്രോച്ച് ആണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ പർട്ടിക്കുലർ സ്കീം ഓക്കെ നല്ല പെർഫോമൻസ് ഒക്കെയാണ്, 10-year ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, അല്ലെങ്കിൽ 15-year ട്രാക്ക് റെക്കോർഡ് ഉണ്ട്, ഫൈൻ. നാളെ ഇതിന്റെ ഇതുവരെ മാനേജ് ചെയ്തിരുന്ന ആ ഫണ്ട് മാനേജർ ഒരു പക്ഷേ ഈ ഫണ്ടിൽ നിന്ന് പോവുകയാണ്, റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു AMCയിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്കീമിന് എന്ത് സംഭവിക്കും? ഇവിടെയാണ് ഈ സെൻട്രലൈസ്ഡ് അപ്രോച്ചിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മിക്കവാറും ഗ്ലോബലി തന്നെ എല്ലാ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസും ഈ ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ AMCയിലും
ഒരു ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ഉണ്ടാവും, CIO. അതിന്റെ കീഴിലായിരിക്കും പല സ്കീംസും, ആ AMCയുടെ സ്കീംസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സും അതുപോലെ ഫണ്ട് മാനേജേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പം ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് ആണ് അവർക്കുള്ളത്. അപ്പോൾ ഒരു ഫണ്ട് മാനേജർ പോയി എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന് ഫണ്ട് മാനേജർ ഉണ്ടാവും. ഇനി ഫണ്ട് മാനേജർ പോയാൽ തന്നെ ഇതിന്റെയൊക്കെ ആ പ്രോസസ്സ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇതുവരെ ചെയ്തിരിക്കുന്ന പ്രോസസ്സ് ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ടാവും. അത് ഈസി ആയിട്ട് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ സെൻട്രലൈസ്ഡ് അപ്രോച്ചിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഫണ്ട് മാനേജറെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇരിക്കുന്നത്. നമ്മുടെ ഫണ്ടിനെ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പ്രകാരം അത് മാനേജ് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. സോ ഇതൊക്കെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്നാൽ. ഇനി ഇതോടൊപ്പം ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരു ചെറിയ അപ്ഡേറ്റ്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ കറന്റ് സൈസ് എന്ന് പറയുന്നത് 25 ലക്ഷം കോടിയാണ്, അഥവാ 25 ട്രില്യൺ INR. ഇതൊരു ഹ്യൂജ് സൈസ് ആണോ? ആക്ച്വലി അല്ല. ഇതൊരു ഹ്യൂജ് ഫിഗർ ഒക്കെയാണ്. പക്ഷേ മറ്റ് പല അഡ്വാൻസ്ഡ് എക്കണോമീസിലെയും മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. നിങ്ങൾക്കൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. US മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി, അവിടെ ഏതാണ്ട് US നോർമൽ ഹൗസ് ഹോൾഡ് ഏതാണ്ട് 95% ഹൗസ് ഹോൾഡും തങ്ങളുടെ സേവിങ്സ് ഒക്കെ പാർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. എന്നാൽ ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയിൽ ഇപ്പോഴും ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. അഥവാ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഏതാണ്ട് ഒരു 10% അല്ലെങ്കിൽ 10 to 12% മേളിൽ വരില്ല. ഇതെന്ന് പറയുന്നതാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചിന്തിക്കുക, ഇപ്പം തന്നെ 25 ലക്ഷം കോടിക്ക് മേളിലാണ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ സൈസ്. അതും 10 to 12% മാത്രമേ ഉള്ളൂ ഈ എക്സ്പോഷർ എടുത്തിട്ടുള്ളൂ മാക്സിമം. അപ്പൊ ഇതൊരു US പോലുള്ള ഒരു അഡ്വാൻസ്ഡ് എക്കണോമി, ഇന്ത്യയും ഗ്രോയിങ് എക്കണോമിയാണ്. അപ്പൊ ഇവിടെയും ഒരു 95% ആ ഒരു എക്സ്പോഷർ എടുത്തു കഴിഞ്ഞാൽ എത്ര ട്രില്യൺ ആയിരിക്കും നമ്മളുടെയൊക്കെ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം, ഹൂ ഈസ് എ ഫണ്ട് മാനേജർ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് ഫണ്ട് മാനേജ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ചെയ്ത ആള്. ആ ഫണ്ട് മാനേജർ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഓരോ സ്കീമിന്റെയും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. മറ്റൊരു ഇതേ സ്കീമിൽ തന്നെയുള്ള മറ്റൊരു പിയർ AMCയുടെ അതേ സ്കീമുമായിട്ട് ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനായിരിക്കും എല്ലാ ഫണ്ട് മാനേജറും ശ്രമിക്കുന്നത്. നോർമലി എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെയും എല്ലാ സ്കീം മാനേജ് ചെയ്യുന്നതും ഫണ്ട് മാനേജേഴ്സും വളരെ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിരിക്കും. അവിടെയാണ് നമുക്കൊക്കെ ആ ഒരു പ്രൊഫഷണൽ ആ ഒരു മാനേജ്മെന്റ് സ്കില്ല് നമുക്ക് കിട്ടുന്നത് വളരെ ചെറിയ എക്സ്പെൻസിൽ. ഇവരൊക്കെ മോസ്റ്റ്ലി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ ഫിനാൻസിലൊക്കെ വളരെ ഹൈ ഡിഗ്രി ഉള്ളവരായിരിക്കും, ഇൻ ഡെപ്ത് നോളജ് ഉള്ളവരായിരിക്കും, മൈക്രോ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്യാനായിട്ട് കേപ്പബിലിറ്റി ഉള്ളവരും ആയിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സും വലിയൊരു ചാലഞ്ചാണ് ഏറ്റെടുക്കുന്നത്. കാരണം അവരുടെ സംബന്ധിച്ചുള്ള അവരുടെ പേഴ്സണൽ ക്രെഡിബിലിറ്റിയും കൂടെയാണ്. അവരുടെ സ്കീമിന്റെ പെർഫോമൻസ് മോശമായാൽ അത് ആക്ച്വലി അവരുടെ ക്രെഡിബിലിറ്റിയാണ് അവർക്ക് നഷ്ടമാവുന്നത്, അവരുടെ ട്രാക്ക് റെക്കോർഡാണ് അവർക്ക് നഷ്ടമാവുന്നത്. സോ ഓരോ ഫണ്ട് മാനേജേഴ്സും വളരെയധികം ഇത് സ്ട്രൈവ് ചെയ്യുന്നുണ്ട് നല്ലൊരു ബെറ്റർ പെർഫോമൻസ് ഇൻവെസ്റ്റേഴ്സിന് ഡെലിവർ ചെയ്യാൻ. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്കൊരു ചലഞ്ചുമാണ് അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട്. നൗ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ, ഓർ ഈസ് ദർ എനി റിസ്ക്? മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇതിന്റെ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ ക്യാപിറ്റൽ മാർക്കറ്റിലേക്കാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എന്റെ ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം പോകുന്നത്. അത് ഇക്വിറ്റിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഷെയർസിലാണെങ്കിലും, ഡെറ്റിലാണെങ്കിലും എല്ലാം ഇതൊക്കെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡ് ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംശയം എല്ലാം
മാറി കിട്ടും. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതിൽ തന്നെ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സ്കീംസ് ആണ് യങ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫോർ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഓരോ ഫീൽഡിൽ എക്സ്പേർട്സ് ആണ്. ഡോക്ടേഴ്സ് ഉണ്ടാവാം, എഞ്ചിനീയേഴ്സ് ഉണ്ടാവാം, ലോയേഴ്സ് ഉണ്ടാവാം. നിങ്ങളുടെ ആ ഒരു ബിസി ഷെഡ്യൂളിനിടയിൽ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓരോ സ്റ്റോക്സിനെ കുറിച്ചൊക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നതൊന്നും പ്രാക്ടിക്കലേ അല്ല. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഓഷ്യനാണ്. അതിൻ്റെ അകത്തൊരു ചെറിയ പാർട്ട് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ടൊന്നും ആർക്കും സമയം കിട്ടില്ല. നമ്മുടെയൊക്കെ ഹാർഡ് ഏൺ മണി വളരെ പ്രൂഡന്റ് ആയി പ്രോആക്റ്റീവായിട്ടും ഫണ്ട് മാനേജേഴ്സ് നോക്കിക്കൊള്ളും. അവർ നമുക്ക് റിട്ടേൺസ് ഡെലിവർ ചെയ്യും. ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് വോളറ്റൈൽ ആയിരിക്കും. അതെന്ന് പറയുന്ന ഒരു ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ല. അതിന് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് ഇവഞ്ച്വലി ആ റിട്ടേൺ ക്യാച്ച് ചെയ്യും. ഒരു ടിപ്പിക്കലി ഏതൊരു മാർക്കറ്റും ഒരു എവറി 3 ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് റാലി വരും. ഫസ്റ്റ് ഇയർ ചിലപ്പോൾ ഒരു വർഷം ഡൗൺ ആയിരിക്കും, മേ ബി ഈവൻ 20% ഡ്രോ ഡൗൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അടുത്ത ഒരു വർഷം ചിലപ്പോൾ ഒരു വർഷം ഫ്ലാറ്റ് ആയിരിക്കാം. പക്ഷേ മൂന്നാമത്തെ വർഷം അല്ലെങ്കിൽ നാലാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ 50-60% ആണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റാലി ചെയ്യുന്നത്. ആ ഒരു റാലിയിൽ ഈ പഴയ റിട്ടേൺസ്, നെഗറ്റീവ് റിട്ടേൺസ് ആണെങ്കിലും സ്റ്റേബിൾ ആയിട്ടാണെങ്കിലുള്ള മാർക്കറ്റ് ആയിരുന്നെങ്കിലും ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്യാച്ച് ചെയ്യും. അതാണ് ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ എൻട്രിയോ എക്സിറ്റോ ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഇന്നും ഇക്വിറ്റി മാർക്കറ്റ് റിട്ടേൺസ് തന്നിട്ടേ ഉള്ളൂ. ഓർക്കുക, ടൈമിംഗ് ദ മാർക്കറ്റ് ഹാസ് ഓൾവേസ് ബീൻ ആൻ ഇഷ്യൂ. ടൈം ഇൻ ദ മാർക്കറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അഥവാ നിങ്ങളുടെ ഹോൾഡിംഗ് പവർ, പേഷ്യൻസ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒന്നും ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടർ ആയിട്ട് കാണരുത്. അതെന്ന് പറയുന്ന ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷന്റെ ഭാഗമാണ്. സോ പേഷ്യൻസ് ഈസ് ദ കീ ആൻഡ് ഹോൾഡിംഗ് പവർ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എപ്പോഴും പറയാറുണ്ട്, യു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്, ട്രസ്റ്റ് ദ ഫണ്ട് മാനേജർ ആൻഡ് യു ഫോക്കസ് ഓൺ യുവർ ബിസിനസ് അല്ലെങ്കിൽ ജോബ്. നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടക്കുകയുള്ളൂ, അല്ലേ? സോ യു ഫോക്കസ് ഓൺ യുവർ ജോബ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം പ്രോസസ് ആണ്. നമ്മളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡെയിലി വാല്യുവേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യുവേഷൻ നോക്കുക എന്ന് പറയുന്ന ഇറ്റ്സ് മീനിങ്ലെസ്, അല്ലെങ്കിൽ അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. ബട്ട് ഇറ്റ് വിൽ ജനറേറ്റ് റിട്ടേൺസ്. ഇനി എങ്ങനെയൊക്കെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ്, ഇതൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു. Please like, share and subscribe.